ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഹെയർ ക്ലിപ്പാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഓർഗൻസ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ വലുതിൻ്റെ അളവ് വന്നിട്ട് 6.5 ഇഞ്ച് വീതിയുണ്ട്, നീളം 8.5 ഇഞ്ചിൽ നീളമുണ്ട് കേട്ടോ വലുതിൻ്റെ. അപ്പോൾ ചെറുതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പ വ്യത്യാസമുണ്ട്. നീളം 7.5 ഇഞ്ചുണ്ട്, അതുപോലെ തന്നെ വീതി ഒരു 4.5 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് അളവ് അങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് അളവെടുക്കാം കേട്ടോ. ക്ലിപ്പിൻ്റെ അളവനുസരിച്ച് ബോയുടെ സൈസിൽ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം ചെയ്യാം. ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഓർഗൻസ ക്ലോത്താണ് കേട്ടോ. അതിൻ്റെ അടിയിലൊരു ത്രെഡിൻ്റെ ലൈൻസൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഭാഗം അടിയിൽ വയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഒന്നിന് മേലെ ഒന്നായിട്ട് വരുന്ന രീതിക്ക് ഫോൾഡ് ചെയ്ത് നമുക്ക് ബോയ് ആക്കി എടുക്കുകയാണ് വേണ്ടിയത് കേട്ടോ. കറക്റ്റ് ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ ബോയ് ഉണ്ടാക്കുന്ന മുന്നേ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടി ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഒരു കത്രികയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അനുസരണം ഇല്ലാത്തൊരു തുണിയാണ്, അപ്പോൾ പെട്ടെന്ന് ചാടിപ്പോവും, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ അടുത്ത സൈഡും വെച്ച് ഇതിൻ്റെ ഒരുപോലെ ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു മൊട്ടു സൂചിയൊക്കെ അതിൽ വെച്ച് കൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് തുന്നി കൊടുക്കണം. സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ തുന്നാൻ ശ്രദ്ധിക്കുക കേട്ടോ. സെൻറ്റർ പെട്ടെന്ന് പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിയിട്ട് അളവൊക്കെ നോക്കി അതിൻ്റെ പകുതി കണക്കാക്കി കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ ഒന്ന് തുന്നിയെടുക്കുക. അല്ലെങ്കിൽ ഒരു ബോയുടെ ഒരു സൈഡ് വലുത് ഒരു സൈഡ് ചെറുതായിട്ട് അങ്ങനെ ഇരിക്കും, അപ്പോൾ അത് വൃത്തികേടായിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലൂടെ തുന്നിയിട്ട് വലിച്ച് ടൈറ്റാക്കി കെട്ടുകയാണ്. അപ്പം ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുള്ള ബോയും കാണിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മൾ മെഷീനിൽ അടിച്ചിട്ടുണ്ടാക്കുന്ന ബോയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെയിം മെത്തേഡാണ് കെട്ടുന്നത് കേട്ടോ. ഇതുപോലെ രണ്ട് കൈയൊക്കെ ഉപയോഗിച്ച് കെട്ടിയാൽ നല്ല വൃത്തിക്ക് മടക്കുകളൊക്കെ നിവർന്ന് കെട്ടാൻ പറ്റും. ഒന്ന് സൂചി ഒന്ന് കടിച്ചു പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് കൈയും ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിയെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ പുറകുവശത്ത് ആ ഒരു മടക്കി ആ ഫോൾഡ് എഴുന്നേൽക്കുന്നുണ്ടോ, അതാണ് അതിൻ്റെ പുറകുവശം വരിക. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നല്ല വശത്ത് കെട്ടിടരുത്, അപ്പോൾ വൃത്തികേടായി പോകും. അപ്പോൾ ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം വീണ്ടും കെട്ടിടുക. അപ്പോൾ അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നതാണ്, നമ്മൾ 2-3 കെട്ടിട്ടാലും നമ്മുടെ പ്രൊഡക്റ്റ് നല്ല സേഫ് ആയിട്ടിരിക്കും. ഒരു കെട്ടിലാണെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കെട്ടി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തു. ഇതാ നമ്മുടെ ആദ്യത്തെ ബോ റെഡി ആയിട്ടുണ്ട്. വലിയ ബോയാണ്. ഇതാ കുറച്ച് നോക്കിയാൽ നല്ല ഞുറുകൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇത് പുറകുവശം, ഇത് നല്ല വശം. ഇതുപോലെ തന്നെ ഈ ചെറിയ പീസും അതേ മെത്തേഡിൽ ഫോൾഡ് ചെയ്തിട്ട് ബോയാക്കി എടുക്കുക കേട്ടോ. ഞാനിവിടെ ബോയാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ട്. നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ചെറുതിനെ മണ്ടയിൽ വെച്ചിട്ട് അതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതുപോലൊരു ക്ലിപ്പ് എടുക്കാം. ഹെയർ ക്ലിപ്പ്, ഞാൻ ചെറിയ ഹെയർ ക്ലിപ്പാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഈ അടിയിലുള്ള സാധനങ്ങളൊക്കെ ഊരിപ്പറിച്ചെടുത്തു കേട്ടോ. അതിനെ വേറെ വേറെ ആക്കി എടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വർക്ക് കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ തിരിച്ചു വെക്കാം. ഇതുപോലെ ഒരു ക്ലിപ്പാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ വലിയ ബോയിനെ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ അലിഗേറ്ററിലൊക്കെ ഒട്ടിക്കുന്നില്ലേ, അതേ മെത്തേഡ് തന്നെ ഈ ബേസ് 7000 ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പശ പെട്ടെന്നൊന്നും ഒട്ടത്തില്ല, അപ്പോൾ കുറച്ച് ക്ഷമയോടെ വേണം ഒട്ടിക്കാൻ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും കുറച്ചധികം ഗ്ലൂ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ കുറച്ചധികം ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കുറച്ച് ഗ്ലൂ ഒട്ടിച്ചാൽ അത് പെട്ടെന്ന് പറഞ്ഞു പോയെന്നായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാൻ കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ വലിയ ബോയ് ഒന്ന് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പുറകുവശം വേണം ഒട്ടിക്കാൻ, നല്ല വശം ഒട്ടിക്കരുതേ. പുറകുവശം നോക്കി അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഈ ക്ലിപ്പ് ഒന്ന് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ക്ഷമ കാണിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊന്നും ഒട്ടത്തില്ല. ഈ പശ അങ്ങനെയാണ്, കുറച്ച് ടൈം എടുക്കും ഒട്ടാനായിട്ട്. ഇതുപോലൊരു ക്ലിപ്പ്, അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിയിട്ടുണ്ട്. ഇനി ക്ലിപ്പൊക്കെ ഒന്ന് നമ്മൾ മാറ്റി ഇനി അടുത്ത ബോയ് അതിലേക്ക് വെക്കാനായിട്ട് തുണിയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഞാൻ ഇതെടുത്തു കേട്ടോ, ഗണ്ണെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്ലൂ അതിലേക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ബോയുടെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുക. സെൻറ്ററും തന്നെ കറക്റ്റ് ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നേരെ ഒന്ന്
നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുക്കുക. അടിയിലും മുകളിലൊക്കെ പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ തുണി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അവിടെ ഒട്ടിയിരുന്നോളൂ. മെറ്റലായതുകൊണ്ടാണ് ആദ്യം ഞാൻ B7000 എടുത്തത്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഗ്ലൂ മറ്റേ ഗണ്ണിലുള്ള ഗ്ലൂവേ ഒട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അലങ്കാരപ്പണികളൊക്കെ തുടങ്ങാം കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, അലങ്കാരപ്പണികളൊക്കെ അവസാനത്തിലേക്കല്ലേ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇത് ബോയുടെ സെൻറ്ററിൽ കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ തന്നെ ഒരു സെയിം കളറിലുള്ള ഒരു ലൈറ്റ് റോസ് കളറിലുള്ള ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് 3 ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 അരികും ഒന്ന് ജസ്റ്റ് ഉരുക്കി ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ ഈ ക്ലിപ്പിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ പൊന്തിയിരിക്കുന്ന ഭാഗം കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് മുകളിൽ വരുന്ന രീതിക്ക് ഒട്ടിക്കുക. ആ ഫോൾഡിങ് വരുന്നത് അടിയിലേക്ക് പോകണം കേട്ടോ. ഇനി നമുക്ക് ഇത് കൊണ്ടുവന്നിട്ട് ഈ ക്ലിപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരറ്റം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി മറ്റേ അറ്റം അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് അരികൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, പുറത്ത് കാണാത്ത പോലെ. അപ്പോൾ ബോ ക്ലിപ്പിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി നമ്മൾ ഊരി വെച്ച പാർട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും അലങ്കാരപ്പണി ആരംഭിക്കാം. നമുക്ക് കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് വൈറ്റ് ബീഡ്സ്, കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതിൽ കോർത്തെടുക്കാം. ഞാൻ നൈലോണിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിപ്പോയില്ല. കോട്ടൻ്റെ ത്രെഡ് എടുത്താൽ പെട്ടെന്ന് വലിച്ചാൽ പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് നൈലോൺ എടുത്തത്. ഇനി അതിൻ്റെ അരികെ നന്നായിട്ടൊന്ന് 2-3 കെട്ടിട്ട് കൊടുത്ത് ഇച്ചിരി മുഴുത്ത കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സൂചിയിൽ നിന്ന് വേഗം ഊരിപ്പോരുക. നമ്മൾ കോർത്തെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വൈറ്റ് ബീഡ്സ് ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 5 എണ്ണം എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഈ കെട്ട് വരുന്ന ഭാഗത്തേക്ക് ഒരാളെ എടുക്കുക, ഒരു മുത്തിനെയും എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇതിനെ നമ്മളൊന്ന് കോർത്തെടുക്കുക. നമ്മൾ മറ്റേ കോപ്പർ വയറൊക്കെ കോർത്തെടുക്കൂലേ, അതുപോലെ കേട്ടോ. ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് കണ്ട, ഇതിനെ ഒന്ന് അരികിലേക്ക് ഇങ്ങ് കൊണ്ടുവരിക. അത് നീങ്ങി പൊക്കോളും. അരികിലേക്ക് കൊണ്ടുവരിക. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായില്ലേ, അരികിലേക്ക് കൊണ്ടുവന്ന് കെട്ടിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ ഊരിപ്പോരും കേട്ടോ. അപ്പോൾ അരികെ കൊണ്ടുവന്ന് അതിനെ ഒന്ന് ഉരുക്കി അവിടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ആ മുത്തയിലേക്കൊന്ന് ഉരുക്കി ഒട്ടിച്ചു കൊടുത്തു. ഒരു ഫ്ലവർ ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഒരു ക്രിസ്റ്റൽ ബീഡ് എടുത്ത് അതിലേക്ക് കോർത്ത് കൊടുക്കുക. ഒരൊറ്റ എണ്ണം മതി. ഒരെണ്ണം എടുത്തു. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സെൻറ്ററിലേക്ക്, ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് താഴെ വശത്ത് ഇതുപോലെ ഒന്ന് സൂചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് നന്നായിട്ടൊന്നൊരു കെട്ട് പോലെ ആക്കി എടുത്താൽ അത് അതിൻ്റെ സെൻറ്ററിലവിടെ അടങ്ങിയിരുന്നോളും. അപ്പോൾ ഒരു ഫ്ലവറിന് ഒരു ഭംഗിയായില്ലേ, അതിന് വേണ്ടിയിട്ടോ. അപ്പോൾ ഹാങ്ങിങ്ങിൻ്റെ അറ്റത്താണ് ഇതുവരെ ഈ ഫ്ലവർ വരിക. നമ്മൾ 2 ഹാങ്ങിങ്സ് ഇടുന്നുണ്ട്. അതിൽ ഒരു ഹാങ്ങിങ്ങിൻ്റെ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് കോർത്ത് വലിച്ച് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറായി. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഒരു മറ്റേ ക്രിസ്റ്റൽ ബീഡ്സും കൂടി ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തിളക്കമായിരിക്കും, ഡയമണ്ട് മാതിരി തിളങ്ങുമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുക്കാം. കുറച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കോർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് ഇടും, വീണ്ടും കുറച്ച് വൈറ്റ് ബീഡ്സ് ഇടും, വീണ്ടും കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് ഇടും, അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 5 ക്രിസ്റ്റൽ ബീഡ്സൊക്കെ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഫ്ലവർ വന്നിട്ട് വൈറ്റ് ബീഡാണല്ലോ, അപ്പോൾ ഞാൻ തുടക്കം തന്നെ അതിൽ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. 2 or 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അങ്ങനെ ഇടവിട്ട് കോർത്ത് കൊടുക്കുക. കുറച്ചെണ്ണം കോർത്ത് കൊടുക്കുക. അതായത് ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് കോർത്ത് കൊടുക്കുക കേട്ടോ. വേറെ നിറത്തിലുള്ള മുത്തുകളും എടുക്കാം. വൈറ്റാണ് എനിക്ക് കൂടുതൽ ഭംഗി തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് അടിയിലാണ്, കറക്റ്റ് അടിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ ആ ചെറിയ ബോ ഉണ്ടാക്കിയിട്ടില്ലേ, ആ ചെറിയ ബോയുടെ അടിയിൽ കൂടെ വേണം ഇത് കോർക്കാൻ. മറ്റേതിൻ്റെ വലുതിൻ്റെ അടിയിലേക്ക് പോയാൽ ഒത്തിരി അടിയിലോട്ടായി പോകും, വൃത്തികേടാണ്. അപ്പോൾ ഈ മുന്നിലുള്ള ചെറിയ ബോയുടെ അടിയിൽ കൂടെ നമ്മൾ റിബൺ കെട്ടിയതിൻ്റെ അടിയിൽ കൂടി ഇതൊന്ന് കോർത്ത് വലിച്ച് കെട്ടി വെക്കുക. അപ്പോൾ ഒത്തിരി വലിച്ച് ടൈറ്റ് ആക്കരുത്, അപ്പോൾ അതിങ്ങനെ വടിമാരി നിൽക്കും. നമ്മൾ ചില സിനിമകളിലൊക്കെ കുളപ്പള്ളിയിൽ ഇങ്ങനെ മുടി പിന്നി കെട്ടിയിട്ട് വലിഞ്ഞിങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നില്ലേ, അതുമാതിരി വളഞ്ഞ് നിൽക്കും കേട്ടോ ടൈറ്റ് ആക്കിയാൽ. അപ്പം കുറച്ചൊരു ലൂസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒറ്റ വലിക്കൊക്കെ ചിലപ്പോൾ അങ്ങ് പോരും. അപ്പോൾ പിള്ളേരുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഒറ്റ വലിക്കങ്ങ് പോരും. ഇതുപോലെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേ മെത്തേഡിൽ കുറച്ചും കൂടെ നീളത്തിൽ ഒരെണ്ണം കൂടി ഉണ്ടാക്കി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ഹാങ്ങിങ്സ് ആണ് കേട്ടോ. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ഇത്
നല്ല ഭംഗിയില്ലേ? ക്രിസ്റ്റൽ ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയില്ലേ? ഒന്ന് വലുത് ഒന്ന് ചെറുത്, അടിയിലെ ഒരു ഫ്ലവർ മാതിരിയൊക്കെ ആയിട്ട് നല്ല രസമില്ലേ? ഹാങ്ങിങ്സ് കാണാൻ ഇങ്ങനെ ആടിക്കളിക്കും നമ്മുടെ തലയിലിരുന്ന്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് അലങ്കാരപ്പണി പിന്നെയും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഗ്ലൂ B7000 ഗ്ലൂ ഉപയോഗിച്ചിട്ട് കുറച്ച് വൈറ്റ് ബീഡ്സ് സെൻറ്ററിൽ ഫ്ലവർ പോലെ, പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് നമ്മൾ ഈ റിബണിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഞാനൊരു ഗോൾഡൻ ബീഡും കൂടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇങ്ങനെ ആടിക്കളിക്കുന്നതാണ് നല്ല രസമില്ലേ? അപ്പോൾ ക്ലിപ്പ് നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ചൈനക്കാർക്ക് മാത്രമല്ല നമുക്കും ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷോപ്പിലൊക്കെ ചെന്നാൽ ചൈനയുടെ അടിപൊളി ഐറ്റമൊക്കെ കാണത്തില്ലേ? അപ്പോൾ അതുമാതിരി തന്നെ നമുക്കും ജസ്റ്റ് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇച്ചിരി ഒന്ന് ചിന്തിച്ചാൽ മതി. കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാത്തിരിക്കുക. വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.